ആരുടെ ചികിത്സയും അവൾക്ക് ഫലിച്ചില്ല. ഇല്ലാത്ത രോഗത്തിന് ചികിത്സിച്ചിട്ട് എന്താ കാര്യമുള്ള? ഒടുവില് ഞാൻ കുളത്തിൽ വീണപ്പോ അവൾക്ക് ഓർമ്മയും തിരിച്ചു വന്നു. മോളെ, മോളെ ശ്രീകുട്ടി, മോളെ, ഇടി കഥ ഒന്ന് തുറക്കടി. പ്രഭേ, ഈ പ്രഭ എവിടെ പോയി കിടക്കുന്നു? പ്രഭേ, 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 ഈ മനുഷ്യൻ ഇത് എവിടെ പോയി കിടക്കുവാ? പ്രഭേ, ഒന്നിങ്ങോട്ട് വരാൻ. സഞ്ജു ആദ്യം താലി കെട്ടിയ പെണ്ണ അമ്മു, സഞ്ജുവിന്റെ ആദ്യത്തെ ഭാര്യ. അവളുടെ ഭർത്താവിനെ തേടി ഞാൻ അലഞ്ഞപ്പോഴൊക്കെ അത് സഞ്ജു ആണെന്ന് ഞാൻ അറിയാതെ പോയി. സഞ്ജുവിന് എങ്ങനെ എന്റെ മുന്നിൽ ആ സത്യം ഒളിപ്പിച്ചു വെച്ച് പ്രണയം നടിക്കാൻ കഴിഞ്ഞു? അമ്മു എവിടെ നിന്നോ വന്ന പെണ്ണ്. അതുപോലെയാണോ സഞ്ജു? പഠിക്കുന്ന കാലം മുതൽ ഒന്നാവാൻ സ്നേഹിച്ചവര് എന്നെ മറന്ന് എങ്ങനെ സഞ്ജുവിനെ ഏതോ നാട്ടിൽ ചെന്നൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ മനസ്സ് വന്നു? അന്ന് ഞാൻ തച്ചിലെടുത്ത് അമ്മുവിന്റെ ഭർത്താവിനെ അന്വേഷിച്ചു പോയപ്പോ അമ്മു സഞ്ജുവിനെയും കൂട്ടി അവിടെയും വന്നു. അമ്മു ദാനം തന്ന ജീവിതം എന്റേത്. അവളുടെ ഔദാര്യം, ആ ഔദാര്യം എനിക്കിനി വേണ്ട. സഞ്ജുവിന്റെ ആദ്യ ഭാര്യയുടെ ഔദാര്യം കൊണ്ട് എന്തിന് ഞാൻ സഞ്ജുവിന്റെ രണ്ടാം ഭാര്യയായി ജീവിക്കണം? എനിക്കിനി ജീവിക്കണ്ട.
ജീവിച്ചോ. നിന്റെ ദാനം കൊണ്ട് കിട്ടിയ ജീവിതം എനിക്ക് വേണ്ട. എന്താ കാര്യം പറ. വേഗം വാ പ്രഭേ. ഒരു അത്യാവശ്യം വന്ന പ്രഭേ കാണില്ല. അയൽക്കാരോട് പോയി സംസാരിച്ചോണ്ട് നിന്നോളൂ. ഞാൻ അറിഞ്ഞോ മോള് വഴക്കിട്ട് വന്ന വിവരം. പ്രഭ ഇങ്ങോട്ട് വന്നേ. മോളെ ശ്രീകുട്ടി, അയ്യോ, മോളെ ശ്രീകുട്ടി, മോളെ മോളെ ശ്രീകുട്ടി, മോളെ അച്ഛനെ ശ്രീകുട്ടി. വിളിക്കുന്നേ. മോളെ വാതിൽ തുറക്ക്. ശ്രീകുട്ടി നീ വാതിൽ തുറക്ക്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. വാതിൽ തുറക്ക് മോളെ. മോളെ അച്ഛൻ പറഞ്ഞിട്ട് എന്താ നീ വാതിൽ തുറക്കാത്തത്? മോളെ ശ്രീകുട്ടി. പ്രഭേ എനിക്ക് പേടിയാവുന്നു. നമ്മള് വിളിച്ച അവള് വാതിൽ തുറക്കേണ്ടതല്ലേ. മോളെ മോളെ ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി. മോളെ. അയ്യോ, മോക്കകത്ത് എന്തോ വലുതായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പൊട്ടിക്കരഞ്ഞോണ്ട് എന്റെ മോള് വന്നത്. അയ്യോ, മോളെ കുട്ടി തകർന്ന മനസ്സുമായിട്ട് ഇവിടെ വന്നത്. മോളെ 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 ശ്രീകുട്ടി, ശ്രീകുട്ടി. അയ്യോ, മോളെ 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 ശ്രീകുട്ടി. ശ്രീകുട്ടി. അയ്യോ പ്രഭേ, പ്രഭേ. അയ്യോ മോളെ, അയ്യോ എന്റെ മോളെ. മോളെ ഞരമ്പ് മുറിച്ചിരിക്കുന്നു. മോളെ ശ്രീകുട്ടി. ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി. മോളെ വാ പ്രഭേ വാ. അയ്യോ, അയ്യോ ബ്ലഡ് നല്ലതായിട്ട് വരുന്നു. ഒന്ന് വാ മോളെ. ശ്രീകുട്ടി. അയ്യോ, അയ്യോ മോളെ, മോളെ മോളെ, മോളെ. അയ്യോ പ്രഭേ, മോളെ. പെട്ടെന്നൊന്ന് ചവിട്ടി തുറക്ക്. ചവിട്ടി തുറക്കാന്. മോളെ, അയ്യോ മോളെ ശ്രീകുട്ടി. ശ്രീകുട്ടി. ദേ അവള് കൈഞ്ഞരമ്പ് മോളെ. മുറിച്ചിരിക്കുന്നു. അയ്യോ. മോളെ പെട്ടെന്നെടുക്ക്, പെട്ടെന്നെടുക്ക്. അയ്യോ മോളെ, മോളെ ശ്രീകുട്ടി. മോളെ 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 ശ്രീകുട്ടി. പ്രഭേ ഒന്ന് മാറിക്കേ. വണ്ടി എടുക്ക് വേഗം. ആ. പ്രഭേ ഒന്ന് വേഗം വണ്ടി എടുക്ക. ആ. അയ്യോ എന്റെ കുഞ്ഞിന് ഒരു ചലനം ഇല്ലല്ലോ ദൈവമേ. പെട്ടെന്ന് വണ്ടി എടുക്കാന്.
ഹലോ, എന്താ അങ്കിൾ? സഞ്ജു എവിടെ ഉണ്ട്? മംഗലശ്ശേരിയിലാണോ? ഞാൻ സൈറ്റ് വരെ വന്നതാ അങ്കിൾ. എന്തെങ്കിലും വിശേഷമുണ്ടോ? ഉണ്ടടാ, കേൾക്കാൻ നല്ല വിശേഷമുണ്ട്. എന്താ അങ്കിൾ? അങ്കിൾ, ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ എന്താ? ബ്ലഡ് കുറെ പോയി. അബോധാവസ്ഥയിലാ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയാ നിന്നെ ഞാൻ വെച്ചേക്കില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയണം. തമാശയ്ക്ക് അവൾ ആത്മഹത്യക്ക് ശ്രമിക്കില്ല. എന്താ സംഭവിച്ചത്? നീ ആ കാര്യം പറ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല അങ്കിൾ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സ്വാതി ഹാപ്പി ആയിരുന്നു. അമ്മ കോളേജിലും പോയിരുന്നു. അവിടെ സംഭവിക്കാൻ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇനി അവള് സത്യം തിരിച്ചറിഞ്ഞോ? സത്യം തിരിച്ചറിയാതെ ശ്രീകുട്ടി ഇത് ചെയ്യില്ല. ഇനി ജീവിക്കണ്ടെന്ന് അവള് തീരുമാനിക്കാൻ അതല്ലാതെ മറ്റെന്താടാ കാര്യം? നിന്റെ നാവിറങ്ങിപ്പോയോ? നിന്റെ വീട്ടിൽ നിന്നാ എന്റെ മോള് കരഞ്ഞോണ്ട് ഓടി വന്നത്. അവിടെ ഒന്നും നടന്നിട്ടില്ലെന്ന് എന്ത് ഉറപ്പില്ല നീ എന്നോട് പറയുന്നേ? നീ സമാധാനം പറഞ്ഞേ പറ്റൂ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം അങ്കിൾ. ശ്രീകുട്ടി എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ നീ ഇങ്ങോട്ട് വരണമെന്നില്ല. അങ്കിൾ, അങ്കിൾ, ഞാൻ അവള് നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. അവളെന്നല്ല, ഞങ്ങളും. പ്രഭേ, ഒന്ന് വേഗം വാ, ഡോക്ടർ അന്വേഷിക്കുന്നു. വാ. സ്വാതി, എന്തിനു നീ ഇത് ചെയ്തു? ലച്ചു, ഞാൻ പ്രഭയെങ്കിലിനെ വിളിച്ചെങ്കിലും പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. ഞാൻ ചന്ദ്രകാന്ത വരെ പോയാലൊന്ന് ആലോചിക്കുക. ഡോക്ടർ പോയിട്ട് ചേച്ചി കാര്യം പറയുന്നു തോന്നുന്നുണ്ടോ? ചേച്ചി എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. ഇനി സ്വാതി സത്യം മനസ്സിലാക്കി കാണൂ. ഷോ, എന്റെ സംശയം അത് തന്നെയാ. ഒരു സംശയം സ്വാതിയുടെ മനസ്സിൽ മുൻപേ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് കാരണം കവിത ചേച്ചി തന്നെയാ. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു ആണെന്ന് വിളിച്ചു കൂവി തെളിവ് കാണിക്കാൻ ശ്രമിച്ചിട്ടും കവിത ചേച്ചിക്ക് അതിന് കഴിയാതെ പോയില്ലേ? ഫോണിൽ വീഡിയോ ക്ലിപ്പ് വരെ ഉണ്ടെന്ന് അവർ പറഞ്ഞതല്ലേ? അത് കാണിക്കാൻ കവിത ചേച്ചിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒരാൾ അത്രത്തോളം പറയണമെങ്കിൽ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് സ്വാതിക്ക് ഊഹിച്ചൂടെ? ചേച്ചി അത് ചിരിച്ചു കളയുക ചെയ്തത്. ഓർമ്മിപ്പിച്ചക്ക് പറ്റിയ സമയത്ത് ഞാൻ പറഞ്ഞത് വെച്ച് കവിത ചേച്ചി മുതലെടുപ്പ് നടത്തിയതായിട്ടാ എല്ലാവരും കരുതിയത്. അങ്ങനെ എന്തോ സംശയം സ്വാതിക്ക് വീണ്ടും ഉണ്ടായിട്ടുണ്ട്. ലച്ചുവിനെ അതോർത്ത് ടെൻഷനാവുമെന്നും വേണ്ട. ഈ നിമിഷം വരെയും സ്വാതിക്കോ കവിത ചേച്ചിക്കോ ഒരു തെളിവും കിട്ടിയിട്ടില്ല. സഞ്ജു തന്നെ പോയി സ്വാതിയോട് സംസാരിച്ച് പ്രശ്നം തീർക്കട്ടെ.
ഹലോ, സ്വാതി എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ചേച്ചി എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയത്. എന്താ കാരണം എന്നൊന്നും ചേച്ചി എന്നോട് പറഞ്ഞില്ല. ലച്ചു, നീ വീട്ടിലുണ്ടായിരുന്നില്ലേ? ഞാൻ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തിയതേ ഉള്ളായിരുന്നു. അഡ്മിഷൻ കിട്ടിയ സന്തോഷത്തിൽ മധുരം വാങ്ങിയ ഞാൻ ചേച്ചിയെ കാണാൻ ചെന്നത്. ചേച്ചി വാതിൽ തുറന്നതും മധുരം തട്ടിയെറിഞ്ഞു. എന്തൊക്കെയോ ചേച്ചിനോട് പറഞ്ഞു. ബഹളം കേട്ട് ഡോക്ടർ ഓടി വന്നപ്പോഴേക്കും ചേച്ചി ഇറങ്ങിപ്പോയി. പിന്നാലെ ചെന്ന് വിളിച്ചിട്ടും ചേച്ചി നിന്നില്ല. അവള് സത്യം മനസ്സിലാക്കിയോ? നിനക്ക് അങ്ങനെ വല്ലതും തോന്നിയോ? ഞാൻ നന്ദി കെട്ടവളാണെന്ന രീതിയിൽ ചേച്ചി കുത്തി നോവിച്ച സംസാരിച്ചത്. അറിഞ്ഞതായിട്ടൊന്നും പറഞ്ഞില്ല. ഒന്നുമില്ലാതെ സ്വാതി നിന്നോട് അങ്ങനെ പെരുമാറില്ല. അവളുടെ മനസ്സിനെ വേദനിപ്പിച്ച എന്തോ സംഭവമുണ്ട്. ദേ, നിങ്ങൾ ചേച്ചിയെ പോയൊന്ന് കാണണേ. ഞാൻ സമാധാനമില്ലാതെ നിൽക്കാം. ചേച്ചി സത്യം വല്ലതും മനസ്സിലാക്കിയ എന്നോട് അങ്ങനെ പെരുമാറിയതെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കില്ല. ഞാൻ സ്വാതിയെ കാണാൻ പോവാ. ചിലപ്പോ കവിത പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ ഇളക്കി വിട്ടതായിരിക്കും. ഷോ, അങ്ങനെ ആയിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന. കവിത പറ്റിയുടെ കളി തന്നെ ഇതിന്റെ പിന്നിൽ. അവൾ സത്യം തെളിവോടെ തിരിച്ചറിഞ്ഞെങ്കിൽ ലച്ചുവിനോട് അവളത് പറയാതെ പോവില്ല. ഒരു ബോട്ടിൽ ബ്ലഡ് കൂടെ വേണ്ടിവരും. ശരി മാഡം. പിന്നെ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടാവണം. 10 മിനിറ്റിനുള്ളിൽ പേഷ്യന്റ് കണ്ണു തുറക്കും. ശരി മാഡം. ഇടയ്ക്ക് ഞാൻ വന്നോളാം. കണ്ണു തുറന്ന പേഷ്യന്റിനെ ബന്ധുക്കളെ വിളിച്ച് കാണിച്ചോളൂ. ശരി മാഡം. ഓക്കെ. മാഡം, എന്റെ മോള് നേരത്തെ എത്തിച്ചതുകൊണ്ട് അപകടകരമായ നിലയിൽ ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി പേടിക്കാനൊന്നുമില്ല. പേഷ്യന്റ് ഇപ്പൊ കണ്ണു തുറക്കും. എന്റെ മോളെ ഒന്ന് കേറി കാണാൻ പറ്റുമോ ഡോക്ടർ? ബോധം തെളിയട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യ്. അറിയാലോ, സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ്. അറിയാം മാഡം. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണം. പുറം ലോകം അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ബോധം തെളിയട്ടെ, ഞാൻ അല്പം കഴിഞ്ഞു വരാം. ആ